ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. നമുക്കില്ലേ വൈകുന്നേരത്തെ ചായക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി നോക്കിയാലോ. ക്യാരറ്റ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്ന. ക്യാരറ്റ് മാത്രം മതി കേട്ടോ. ക്യാരറ്റും പഞ്ചസാരയും വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും. വീഡിയോയിലേക്ക് പോകുന്ന മുമ്പേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതെന്തിനും ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് അതൊന്ന് കാരമലൈസ് ചെയ്ത് കാരമൽ ചെയ്തെടുക്കണം കേട്ടോ. പഞ്ചസാര ആദ്യം ഇട്ട് കൊടുത്താൽ മതി, പിന്നെ ഇളക്കൊന്നും വേണ്ട. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നോർമൽ വാട്ടർ കേട്ടോ ഒഴിച്ച് കൊടുത്തത്. വെള്ളം ഒഴിച്ച് കൊടുത്തത് അത് ആദ്യം ഒരു കട്ടിയായ പോലെ തോന്നും, പിന്നെ ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരും കേട്ടോ. അത് നല്ലോണം മെൽറ്റായിട്ട് എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇല്ലേ അത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ക്യാരറ്റ് നല്ലോണം ഈ കാരമലിൽ കിടന്ന് കുക്കായി വരുന്നവരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇത് വല്ലാണ്ട് വറ്റി വരണം എന്നല്ല ഉദ്ദേശിച്ചത്, ക്യാരറ്റ് കാരമലിൽ കിടന്ന് കുക്കായാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം നല്ലോണം ഇതിൽ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് അരിച്ചെടുക്കണം കേട്ടോ. 1 കപ്പ് മൈദയും അതിൽ നിന്ന് 1 ടീസ്പൂൺ മൈദ എടുത്ത് മാറ്റിയിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം അരിച്ചതിന് ശേഷം ഇനി വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ തന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതും കൂടി അരിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ വേണ്ടത് നമ്മൾ ഇപ്പം മിക്സ് ചെയ്ത് വെച്ച മൈദൻ്റെ മിക്സിലേക്കില്ലേ 1.5 ടേബിൾ സ്പൂണോളം ഒന്ന് ക്രഷ് ചെയ്തെടുത്ത കാഷ്യൂസ് ഇല്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം കാഷ്യൂസും മുന്തിരിയും ഒക്കെ വേണം ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പം കാഷ്യൂ മാത്രമാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും 3 ഗ്രാമ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ പഞ്ചസാരയും പൊടിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഇല്ലേ അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് 30 സെക്കൻഡ് ഹൈ സ്പീഡിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാരയുടെ മിക്സ് ഇല്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഹൈ സ്പീഡിൽ തന്നെ ഒരു 30 സെക്കൻഡ് അടിച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ വേണ്ടത് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലില്ലേ അത് ഒഴിച്ചു കൊടുത്തിട്ട് അതും അടിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ 30 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കാം. ലോ സ്പീഡിലാട്ടോ, ഫ്ലെയിമിൽ നിന്നായിപ്പോയി. ലോ സ്പീഡിൽ 30 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ അടിച്ചെടുത്ത ബാറ്റർ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ക്യാരറ്റും കാരമൽ മിക്സ് ഇല്ലേ അത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് മിക്സ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ അരിച്ച് വെച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ അത് കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. മൈദേൻ്റെ മിക്സ് ഫസ്റ്റ് തന്നെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ കട്ട കെട്ടിപ്പോകും. നമ്മളുടെ കേക്ക് ഭയങ്കര ഹാർഡായിട്ടായിരിക്കും ഇട്ടുണ്ടാവുക. കുറച്ച് ഇട്ടിട്ട് മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. വിസ്ക് ആണെങ്കിൽ ഒന്നും കൂടി എളുപ്പമാകും, കട്ട കെട്ടി നിൽക്കൂല, നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറുത്ത മുന്തിരി ഇല്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കേക്കായി വന്ന ഈ മുന്തിരി ഇട്ട് കട്ട് ചെയ്തിട്ട് കാണാൻ നല്ല മൊഞ്ചായിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടാവും, അതിൻ്റെ ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഒരു സോസ് പാനിൽ ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കേക്ക് ബാറ്റർ ഇല്ലേ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 45 മിനിറ്റോളം വേണ്ടി വരും കേട്ടോ ഇതൊന്ന് കുക്കായി വരാൻ. ഓരോരുത്തർ ഫ്ലെയിമിനനുസരിച്ച് പാത്രത്തിൽ അനുസരിച്ച് സമയം വ്യത്യാസം വരും കേട്ടോ.
അപ്പോൾ മേലെയും ഞാൻ കുറച്ച് ഡെക്കറേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഈ ഹോൾസും കൂടി നമ്മൾ അടച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ 45 മിനിറ്റിന് ശേഷം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റ് ആട്ടോ. എന്താ പറയുക, ക്യാരറ്റ് കേക്ക് ഇത്ര ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് വരികയും ചെയ്തിട്ട് നല്ല സോഫ്റ്റ് ആട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് പറയുക. താങ്ക് യു.